7 ഒക്കെ ആയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, പ്രീ ഡിഗ്രി കഴിഞ്ഞ് കോളേജിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അഗ്നിസാക്ഷി, വാസന്തി ലക്ഷ്മി, പിന്നെ ഞാനും മമ്മൂട്ടി സാറിൻ്റെ സിസ്റ്ററായിട്ട് കുറേ സിനിമകൾ ചെയ്തു. ദ ട്രൂത്ത്, എഴുപുന്ന തരകൻ, കളിയൂഞ്ഞാൽ. അത് കളിയൂഞ്ഞാലാണ് ഫസ്റ്റ് ഒരു റീ എൻട്രി വന്നത്. ഈ പറഞ്ഞ പോലെ സ്കൂളിൽ ആ ഒരു സിനിമ മാത്രമേ ചെയ്തുള്ളൂ. ടി പത്മനാഭൻ സാറിൻ്റെ ഗൗരിയുടെ കുട്ടിക്കാലം, പാർവതി ചേച്ചിയാണ് അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഇത് വളരെ ഇതായിട്ട്. അപ്പോൾ അന്ന് മുതൽ എന്തോ എനിക്കൊരു ഒരു ഒരു ഈശ്വര, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനെ കറക്റ്റായിട്ട് നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം ഇവിടെ സംഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴൊക്കെ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി വിനിയോഗിച്ചു. ചിലരുണ്ട് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അല്ലെ പിന്നെ അട്ടെന്നോ അത് എന്തെങ്കിലും കാരണവശാൽ അതങ്ങ് തട്ടിക്കുക, അപ്പോൾ അവിടെ ലക്ക് സംഭവിക്കത്തില്ല. അപ്പോൾ എന്നെ തേടി വന്നതെല്ലാം നല്ലതായിരുന്നു. ഇന്നും ഇപ്പോൾ അപ്പോൾ അത് സ്റ്റാർട്ടിങ് സ്റ്റേജ് നമ്മൾ അങ്ങനെ നല്ലത് മാത്രം എനിക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയത് കൊണ്ട് ഇപ്പോൾ വരുന്ന ക്യാരക്ടേഴ്സും എല്ലാം നല്ല ടീമിൻ്റേതാണ്, നല്ല സിനിമയുടെ ഭാഗമാകാനുള്ളൊരു. കാരണം തുടക്കത്തിൽ നമ്മൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, പ്രവീൺ എന്താ ഭയങ്കര ചൂസി ആവുന്നതെന്ന് ചോദിക്കും. സത്യത്തിൽ ഞാൻ ചൂസി ആവുന്നതല്ല. എന്നെ തേടി വരുന്നത്, എന്നെ വിളിക്കുന്നതെല്ലാം നല്ല കഥാപാത്രങ്ങൾക്കാണ്. അത് ആ തുടക്കത്തിൽ നമ്മൾ ചെയ്തു വെച്ച അതുകൊണ്ടാണ്, ആ ഒരു ഇമേജാണ്. പലരും ഞാൻ പറയുന്ന പോലെ പറയുമോയെന്ന് എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹം നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് തോന്നിയത്, സത്യം. അതായത് എന്തും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനോ അച്ഛൻ്റെ സ്ഥാനത്തോ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു മനുഷ്യനായിട്ടാണ്. അല്ലാതെ വടിയെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ടൈപ്പ്. എല്ലാവരും, ഞാൻ അടൂർ സാറിൻ്റെ പടത്തിന് എന്നെ പെട്ടെന്നായിരുന്നു വിളിച്ചത്. ഞാൻ ദുബായിൽ നിൽക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഞാനിഞ്ഞ് വന്നിട്ട് ഞാനും എൻ്റെ അച്ഛനും കൂടെ സാറിനെ പോയി കണ്ടു. അടൂർ എന്ന് പറയുമ്പോൾ എൻ്റെ നാടാണ്, അച്ഛൻ്റെ നാടാണ്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ കുറേ റിലേറ്റീവ്സും അങ്ങനെയെല്ലാം കണക്ഷനൊക്കെ വന്നു, റിലേഷനും കാര്യങ്ങളൊക്കെ വന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പം എന്നെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചത്, സത്യത്തിൽ ഇത് പേടിപ്പിക്കുന്നതിന് മുൻപാണ് ഞാൻ സാറിനോട് സംസാരിച്ചത്. ഞാൻ വളരെ ഫ്രാങ്കായിട്ട് സാർ ആ ക്യാരക്ടർ ഒന്ന് പറഞ്ഞു തരുമോ, എങ്ങനെയാണ്, അതിനകത്ത് എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തരുമോ, ആ കഥയുണ്ടോ, തകഴി ശിവശങ്കരപ്പിള്ള അദ്ദേഹത്തിൻ്റെ പങ്കിയമ്മ, അപ്പം അത് കിട്ടാൻ പ്രയാസമാണ്. ഞാൻ തന്നെ ഒരുപാട് തപ്പിയാണ് ആ കഥ എനിക്ക് കിട്ടിയത്. അത് ബുക്ക് കിട്ടത്തില്ല. സ്ക്രിപ്റ്റ് ഞാൻ അങ്ങനെ വായിക്കാൻ നേരത്തെ കൊടുക്കുന്ന ഒരു പതിവില്ല. ഞാൻ പറഞ്ഞു അതെന്താ സാർ എന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഞാൻ തരാറുണ്ടല്ലോ, മെയിൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ സാധാരണ എനിക്ക് തരാറുണ്ടല്ലോ. അപ്പോൾ സാറ് ചിരിച്ചു പറഞ്ഞു അത് എന്താ വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ എനിക്ക് പ്രവീണെ അറിയില്ല, എനിക്ക് എല്ലാവരും ആർട്ടിസ്റ്റുകളെ എനിക്ക് കൂടുതൽ അറിയില്ലല്ലോ, അവരെങ്ങനെയാണിത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയാണ്. നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലിട്ട് ഹോംവർക്ക് ചെയ്യും. ഓക്കെ, ഈ സീൻ ഇങ്ങനെ ചെയ്യാം, അല്ലെ ഈ ഷോർട്ട് ഈ ഡയലോഗ് പറയുന്നത് ഇങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യാം, അല്ലെ ഇതിങ്ങനെ തിരിഞ്ഞിട്ട് ഇവരിങ്ങനെ ഹോംവർക്ക് ചെയ്യും. ഷോർട്ട് ടൈമിൽ അവിടെ സെറ്റിൽ വന്നിട്ട് നമ്മളിതിങ്ങനെ പറയുമ്പോൾ സാറ് കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ രീതിയിലായിരിക്കത്തില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇവരുടെ മനസ്സിൽ ഇത് തന്നെ വരുള്ളൂ, ഇത് കാണാപ്പാടം പഠിച്ച് വെച്ചിരിക്കുകയല്ലേ മുഴുവൻ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം സീൻ വായിക്കാൻ തരുമായിരുന്നല്ലോ. പക്ഷേ അന്നേരം അത് എനിക്ക് പങ്കിയമ്മ വായിക്കുമ്പോഴും ഞാൻ ഉൾക്കൊണ്ട അതേപോലെ തന്നെയാണ് സാർ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും. അതെനിക്ക് വലിയ ഒരു അനുഗ്രഹമായിരുന്നു, ചെയ്യാൻ എളുപ്പമായിരുന്നു. ഞാൻ ഒരിക്കലും സാറ് പറഞ്ഞ പോലെ ഒരു ഹോംവർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അത് തന്നെയാണ് സാർ എനിക്ക് പറഞ്ഞു തരുന്നതും. ഇങ്ങനെ ചെയ്യണം, ഈ ഡയലോഗ് ഇങ്ങനെ സ്ലോയിൽ പറയണം, അല്ലെങ്കിൽ ഈ ഡയലോഗ് ഇങ്ങനെ തിരിഞ്ഞിട്ട് പറയണം, ലുക്ക് ഡൗൺ കൊടുത്തിട്ട് പറയണം. ഇത് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. അത് ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക് വളരെ ഈസി ആയിരുന്നു. മാത്രമല്ല ഈ കുട്ടനാടൻ ഭാഷയുണ്ടല്ലോ, എൻ്റെ നാട്, ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലാണ് ഞാൻ പഠിച്ചത് വളർന്നതൊക്കെ. അപ്പോൾ എനിക്ക് പറയാൻ വളരെ ഈസി. അപ്പം മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ സുകുമാരി ആൻറ്റി പോലും ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഒരു വേർഡ് പോയിട്ട് ഒരു ലെറ്റർ ഒരു അക്ഷരം തെറ്റിയാൽ പോലും സാർ അത് ഒന്നുകൂടെ കറക്റ്റ്, അല്ല ലിപ്പ് നമുക്ക് ഡബ് ചെയ്യുമ്പോൾ തെറ്റും, അതുകൊണ്ട് അത് ഡബ്ബിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത് സാർ കോംപ്രമൈസ് ചെയ്യില്ല. ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടനാടൻ ഭാഷ പറയാനായിട്ടേ. ഞാനിത് സാറിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഏതാണ്ട് ഭീകര ജീവിയെ പോലെ എന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. അടൂർ സാർ ഭയങ്കരനല്ലേ, പേടിപ്പിക്കുമല്ലേ നമ്മൾ ഭയങ്കര. അത് കഴിഞ്ഞ് ഞാനൊന്ന് നോക്കി ലൊക്കേഷനിൽ ഇങ്ങനെയാണോ എന്ന്. ഭയങ്കര തമാശയും പറഞ്ഞിട്ട്, തമാശ മീൻസ് നമുക്ക് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ ആൾക്കാർ ഇദ്ദേഹത്തെ എന്തോ ഒരു വ്യത്യസ്തനായ, അല്ലെങ്കിൽ നമുക്ക്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളെന്ന് എന്തൊക്കെയോ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്നു. പക്ഷെ ഒന്നുമല്ല, സാധാരണ ഒരു ഗ്രാമപ്രദേശത്ത് വളർന്ന സാധാരണ ഒരു അടൂരുകാരനാണ് അദ്ദേഹം. നല്ല മനസ്സുള്ള, നല്ലൊരു സുഹൃത്തിൻ്റെ മനസ്സുള്ള ആളാണ് അദ്ദേഹം. ഏത് പ്രായത്തിലും സ്ത്രീകൾക്ക് അഭിനയിക്കാം. പിന്നെ നൃത്തം ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ലേ? ഒരു 90 വയസ്സുള്ള ആൾക്ക് നൃത്തം ചെയ്യാൻ പറ്റുമോ? എത്ര കല ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാലും ശാരീരിക ബുദ്ധിമുട്ട്. പക്ഷേ 90 വയസ്സുള്ളൊരു അമ്മൂമ്മയ്ക്ക് വേണമെങ്കിലും ആ 90 വയസ്സുള്ള അമ്മൂമ്മയായിട്ട് അഭിനയിക്കാം അല്ലേ? ആ കഥാപാത്രത്തിനോട്. അപ്പം പ്രായപരിധി എനിക്ക് തോന്നുന്നില്ല. ഒരു കഥയിലെ നായിക എന്ന് പറഞ്ഞാൽ പെൺകുഞ്ഞ് 5 വയസ്സുള്ള പെൺകുഞ്ഞാവാം നായിക. നായിക എന്ന് വെച്ചാൽ നയിച്ചുകൊണ്ട് പോകുന്നവളാണ്. ആ കഥയെ നയിച്ചുകൊണ്ട് പോകുന്ന സ്ത്രീ കഥാപാത്രത്തിനാണ് നായിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്നത്. അതിന് പ്രായപരിധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ആരാണ് ഹീറോ, ആരാണ് ഹീറോയിൻ എന്ന് പറയുമ്പം എല്ലാം 18ഉം 25ഉം വയസ്സുള്ളവരാണോന്നില്ല. ചിലപ്പോൾ ഈ 75 വയസ്സുള്ള മുത്തശ്ശിയായിരിക്കും നായിക. അങ്ങനെയുള്ള കഥകൾ ഉണ്ടാവാമല്ലോ. പക്ഷെ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആൾക്കാരിലേക്ക് ഒരു ബോധം ഇങ്ങനെ അടിച്ചുറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നായിക നായകൻ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരാണ്, അല്ലെ 30ക്ക് താഴെയുള്ളവരാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അത് മാറേണ്ട ഒരു കാലം കഴിഞ്ഞു. ഹോളിവുഡിൽ നോക്കണം, വലിയ ലേഡീസൊക്കെ 40+, 45+ ഉള്ള ലേഡീസൊക്കെ എന്തൊരു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാണ് കിട്ടുന്നത് അല്ലേ? കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവരെ, ആശ ചേച്ചിയാണേലും, ആശ ശരത്ത് ചേച്ചി, ഞാൻ ഒക്കെ ഇപ്പം അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത കഥാപാത്രങ്ങളിൽ സംതൃപ്തിയുണ്ട്. പക്ഷേ ഇതിലും മേലെ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. അതുപോലെയുള്ള സംവിധായകനും സ്ക്രിപ്റ്റും ക്യാരക്ടറുമാണെങ്കിൽ എനിക്കും അവരോടൊപ്പം പഠിച്ച് അവരുടെ ഒപ്പം എത്താനായിട്ട് സാധിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അത് കിട്ടണമെന്നാണ് ആഗ്രഹവും പ്രാർത്ഥനയും. അതുപോലെയുള്ള ഇപ്പം ഹിന്ദിയിലായാലും നോർത്തിലോട്ട് പോകണമെങ്കിലും ഹോളിവുഡിലായാലും ലേഡി കഥാപാത്രങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കിട്ടുന്നുണ്ട്. അതുപോലെ മലയാളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ ഇപ്പം എല്ലാം എന്താ പറയുക, പുരുഷാധിപത്യം നിൽക്കുന്ന കഥകളും കഥാപാത്രങ്ങളുമാണ് ഇപ്പം വരുന്നത്. ഇപ്പോൾ 1-2 ഇടയ്ക്കൊന്ന് വന്നു പോകുന്നുണ്ട്. അതും എത്രമാത്രം അത് ആർട്ടിസ്റ്റിൻ്റെ, നല്ല കലാകാരികളുടെ ദൗർലഭ്യമാണോ ആവാം അല്ലേ? അല്ലെങ്കിൽ ഉണ്ട് അതിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ. ഇപ്പം മഞ്ജു ഒരെണ്ണം ചെയ്തു, ഒരു മഞ്ജു മാത്രം ഉണ്ടല്ലേ. ഒരു കണ്ണെഴുതി പൊട്ടും തൊട്ട് ചെയ്തു. ശോഭന ചേച്ചി ഉണ്ടായിരുന്നു, രേവതി ചേച്ചി ഉണ്ടായിരുന്നു, കാക്കൊത്തിക്കാവിലെ പൂപ്പന്താടി ഉണ്ടായിരുന്നു. അപ്പം അതിനൊന്ന് കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അവരൊക്കെ ഓക്കെ മാറി നിൽക്കുന്നത്. പക്ഷേ പ്രായം കൂടുന്നു, പക്ഷേ അവർക്ക് അത് അനുയോജ്യമായ കഥാപാത്രങ്ങൾ കിട്ടുന്നു. പക്ഷേ ഇപ്പം ചെറിയ പിള്ളേരെല്ലാം വരുന്നല്ലേ, 18ഉം 20ഉം വയസ്സുള്ള ചെറിയ പിള്ളേരെ, അവരെ വെച്ച് എത്ര വലിയ ശക്തമായ അനുഭവം നോക്കണം നമുക്ക്. ഈ 20 വയസ്സിനുള്ളിൽ എന്ത് അനുഭവം ഉണ്ടാവാനാ? 45 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു ലീഡിങ് റോള് ചെയ്യുമ്പം നമുക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും വാസ്റ്റായിട്ട് നമുക്ക് 20 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കുള്ളിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ വരണം മലയാളത്തിൽ.